കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സുധീഷിന് വേണ്ടിയുള്ള പണമായിട്ട് സ്റ്റേഷനിലേക്ക് കയറി വരുന്നത് നമ്മുടെ തോമസ് ചേട്ടനും എല്ലാവരും കൂടി ചെല്ലുന്നത്. അപ്പോൾ എസ് ഐയുടെ കയ്യിൽ ആ പണം കിട്ടുമ്പോൾ അത് നിങ്ങൾ കയ്യിൽ വെച്ചോന്ന് പറയും. എന്നിട്ടൊരു പേപ്പറൊക്കെ എടുത്ത് ഒരു ഒപ്പിടിപ്പിക്കാനുള്ളതൊക്കെ എടുത്ത് ബുക്കൊക്കെ എടുത്ത് പുറത്ത് പോയി കഴിഞ്ഞിട്ട് ആ പയ്യൻ്റെ കയ്യിൽ കൊടുത്തോളാൻ പറഞ്ഞ് കൈമാറണം അങ്ങോട്ട്. അതിനുശേഷം അവരിങ്ങോട്ട് ഇറക്കി വിടുമെന്ന് പറയും. അങ്ങനെ സുധീഷ് വരും. സുധീഷ് വന്നിങ്ങനെ ഇയാളെ സൂക്ഷിച്ച് നോക്കും, പോലീസുകാരനെ, എസ് ഐനെ. അപ്പോൾ അയാൾക്ക് ദേഷ്യം കൂടും. അപ്പോൾ അയാൾ എന്താണ് നീ എന്നെ ഇങ്ങനെ നോക്കുന്നത്, നിൻ്റെ ഷർട്ട് നേരെ ഇടാ, അവൻ ഒരു ഗുണ്ടയോ എന്നൊക്കെ ചോദിക്കുന്നു, ബട്ടൺസൊക്കെ അഴിച്ചിട്ട് അവൻ വലിയ ആളായിട്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സുധീഷ് ഇങ്ങനെ വീണ്ടും നോക്കണം. അപ്പോൾ ഒറ്റ ഇടി കൊടുക്കും കാരണത്ത്. അപ്പോൾ എല്ലാവരും ഞെട്ടണ്. അതിനുശേഷം വീണ്ടും നോക്കും, സുധീഷ് ഇങ്ങനെ ദയിപ്പിക്കുന്ന പോലെ. അപ്പോൾ അയാൾ വീണ്ടും അടിക്കും. നിങ്ങൾക്കെതിരെ പണ്ടൊരു കേസ് കിട്ടിയപ്പോൾ 2 തരണമെന്ന് ഞാൻ വിചാരിച്ചതെന്ന് പറയും. വീണ്ടും അടിക്കുന്നു ചെയ്യുന്നത്. അപ്പോൾ സുഭാഷ് പറയും, സാറേ വേണ്ട, നിങ്ങൾ പറഞ്ഞ പണം ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയും. അങ്ങനെ പണം കൊടുത്ത് പോകണം. അപ്പോൾ അതിന് മുന്നേ എൻ്റെ ലൈസൻസ് ചോദിക്കുമ്പോൾ ലൈസൻസ് ഇവിടെ ഇരിക്കട്ടെ ഒരു മാസം, നീ ഇനി ഒരു മാസം വണ്ടി കൈ കൊണ്ട് തൊടുന്നത് കാണട്ടെ എന്ന് പറയും. അപ്പോഴത്തേക്കും തോമസ് സാറ് ഒന്ന് പറയും, വേണ്ട സാറേ, ആ വണ്ടി ലൈസൻസ് അവന് കൊടുക്ക്, അതവൻ്റെ ജീവിതമാർഗ്ഗമാണ്, അതവന് കൊടുക്കില്ല, അവൻ്റെ സാമർത്ഥ്യത്തിനും അതിവിടെ ഇരിക്കട്ടെ എന്ന് പറയും. ഈ കാര്യമാക്കണ്ട സുധീഷ്, എന്നാൽ വാന്ന് പറയും. അങ്ങനെ സുധീഷും എല്ലാവരും പുറത്തിറങ്ങി. പിന്നെ നേരെ വീട്ടിലേക്കാണ് പോണത്. അവിടെ ചെല്ലുമ്പോൾ നികേഷ് ഒന്ന് ചോദിക്കുന്നുണ്ട്, എന്തായി ഏട്ടാന്ന് ചോദിക്കും. ഒന്നും മിണ്ടില്ല. ഭാസ്കരനും ചോദിക്കും, എന്താടാ സുധീഷേന്ന് ചോദിക്കും. സുഭാഷിനോട് ചോദിക്കും, എന്താടാ സുഭാഷേ എന്താ ഉണ്ടായി എന്ന് ചോദിക്കും. അപ്പോഴും മിണ്ടില്ല. നിധിയോടും ചോദിക്കും, മോളെ എന്താ ഉണ്ടായെന്ന് ചോദിക്കുമ്പോൾ ആരൊന്നും മിണ്ടില്ല. അങ്ങനെ സുധീഷിൻ്റെ ഇതിക്ക് വീണ്ടും നികേഷ് ചെല്ലുന്നു, ചേട്ടാ എന്തായി ചേട്ടാ എന്ന് പറഞ്ഞു. നീ ഒന്നും മിണ്ടാണ്ടെന്ന് നികേഷേന്ന് പറഞ്ഞിട്ട് ചാടി എഴുന്നിട്ട് ദേഷ്യത്തോടെ മാറിയിരിക്കും. ഞങ്ങളോട് ദേഷ്യപ്പെട്ടിട്ട് എന്താ കാര്യം, റൂട്ടിൽ കൂടെ മര്യാദയ്ക്ക് വണ്ടി ഓടിക്കാണ്ടല്ലേ, ഉണ്ടായിരുന്ന കാശും പോയി ലൈസൻസും പോയി എന്ന് പറഞ്ഞപ്പോൾ, ഞാൻ വണ്ടി ഓടിക്കണത് നീ കണ്ടോടാ, നീ കണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് വഴക്കുണ്ടാക്കും. അപ്പോഴത്തേക്കും സുഭാഷ് വന്ന് ഇടയും. സുഭാഷ് അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് കൊടുക്കും. അപ്പോൾ അതും തട്ടിക്കളയും. അപ്പോൾ ചേട്ടൻ എന്തിനാ മറ്റുള്ളവരോട് ദേഷ്യപ്പെടുന്നത്, ഞങ്ങളങ്ങനെയാണോ തെറ്റ് ചെയ്തതെന്ന് ചോദിക്കും. അവൻ വീണ്ടും ഒന്നും മിണ്ടാണ്ട്. അപ്പോൾ സുഭാഷ് പറയും, നീ ഒന്നും മിണ്ടണ്ട, അവനവിടെ കുറച്ച് നേരം വിശ്രമിക്കട്ടെ, അവനെ എല്ലാവരും പോലീസുകാർ എല്ലാവരുടെ മുന്നിൽ വെച്ച് അവൻ അടിച്ചില്ല, ഈ ഒരു വിഷമം നാണക്കേടൊക്കെ ഇനി അത് കാര്യമാക്കണ്ടെന്ന് പറയും. ഞാൻ കടയിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് സുഭാഷ് കടയിൽ പോകും. അങ്ങനെ സുധീഷ് വേഗം റൂമിൽ പോയിരിക്കും. ബാഗ് പുറത്തിരിക്കണം. അപ്പോൾ നോക്കിയാൽ പിന്നെ അതിൽ പണം കാണില്ല. നേരെ ഹരീഷിനെന്ന് ചോദിക്കും, ഇവിടെ ഉണ്ടായിരുന്ന പണോടാ, അതെടുത്ത് അതും ബാക്കി കാശും കൂടെ കൂട്ടിയിട്ടുണ്ട് ഞങ്ങൾ അങ്ങേർക്ക് കൊടുത്തത്, നിങ്ങളുടെ മുന്നിൽ വെച്ചല്ലേ കൊടുത്തത്, അതുകൊണ്ടല്ലേ നിങ്ങളെ പിറക്കി വിട്ടേന്ന് പറയും. എന്നോട് ചോദിക്കാണ്ട് എൻ്റെ പണം എടുക്കാൻ നിന്നോട് ആര് പറഞ്ഞോടാന്ന് പറയും. തൻ്റെ പണം എടുക്കാമെന്ന് വിചാരിച്ച് വന്നതല്ല, അവിടെ കണ്ടപ്പോൾ അതെടുത്ത്, വേറെ ഞങ്ങൾ എന്ത് ചെയ്യാനാണ്, ഇത്രയും കാശ് കൊണ്ട് ഒപ്പിക്കേണ്ടേന്ന് പറയും. കാശും കൊടുത്ത് ലൈസൻസും പോയില്ലടാ, പിന്നെ എന്തിനാടാ ലൈസൻസ് കൊടുത്തത് അവിടെ വെച്ചത്, കാശ് ഇത്രയും കൊടുക്കുന്ന അറിയണമെങ്കിൽ ലൈസൻസ് കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിച്ച് വഴക്കിടാം. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യണം, ഇയാളെ പേരിൽ ഇതിനേക്കാളും വലിയ കുറ്റങ്ങളൊക്കെ ആയിരിക്കും, അവിടെ എഴുതി ചേർത്ത് കഴിഞ്ഞിട്ട് ജയിലടക്കി അടച്ചോട്ടറാ, നിനക്കെന്താ കുഴപ്പമെന്ന് ചോദിക്കും. എന്ന് പറഞ്ഞ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും, ആദ്യം സുധീഷ് ഹരീഷിനടിക്കും, പിന്നെ രണ്ടുപേരും കൂടെ അടിക്കും. അപ്പോഴത്തേക്കും ഭാസ്കരൻ വരും, എടാ അവൻ പറഞ്ഞത് ശരിയല്ലടാ, അവൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാടാ കാശ് കൊടുത്ത് കാശ് തൊളിച്ച് വന്നേക്കണ മണ്ടന്മാർ, എടാ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതിൽ ഉറച്ച് നിൽക്കണോടാ, ജയിലിലായാലും കയറണം, അതാണ് ആണത്തം, ഇതെങ്ങനെയാണ് ഇവിടെ ഉള്ളവന്മാർക്ക് വായ തുറന്ന് വല്ലതും പറയാൻ പറ്റുമോ എന്നിങ്ങനെ ചോദിച്ച് ഭാസ്കരൻ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കേട്ടപ്പോൾ സുധീഷ് അതൊന്നും മൈൻഡ് ചെയ്യൂല. പക്ഷെ രണ്ടുപേരും കൂടെ വീണ്ടും അടി കൂടുന്നുടാ, അടിക്കലടാ കസേരയൊക്കെ എടുത്ത് അടിക്കുന്നുണ്ട്. സുധീഷ് ഹരീഷിനെ അപ്പം തടയണവും പിടിക്കണൊക്കെ ഉണ്ട്. ഏട്ടത്തി ഒന്ന് പറയേട്ടത്തി എന്ന് പറയും നികേഷ്. നീതിയാണെങ്കിൽ ഒരുപാട് തവണ മിണ്ടാണ്ടിരിക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ ഭാസ്കരനും പറഞ്ഞിട്ടും കേൾക്കണില്ല. തല്ല് ഭയങ്കര അങ്ങേയറ്റായി നിൽക്കണ്, താഴത്തൊക്കെ കിടന്ന് ഉരുളണ്. അപ്പോൾ ആ ദേഷ്യം നിധിക്ക് പെട്ടെന്ന് കുറേ പറഞ്ഞിട്ട് കേൾക്കണ്ടായപ്പോൾ നിധിക്ക് അടുക്കളയിൽ പോയി 2 സ്റ്റീൽ പ്ലേറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. രണ്ടും തറയിൽ ആഞ്ഞങ്ങോട്ട് അടിക്കുക, അവരെടുത്ത് രണ്ടുപേരും ഞെട്ടി അകന്ന് മാറിക്കും. നിർത്താനല്ല പറഞ്ഞതെന്ന് ചോദിക്കും. നിങ്ങൾക്ക് എന്താ കുഴപ്പം, നിങ്ങൾക്ക് എന്താ പ്രശ്നം, നിങ്ങളല്ലേ തെറ്റ് ചെയ്തത്, നിങ്ങൾ എന്ത് തെറ്റ് ചെയ്താലും ആ കാശെന്തിനാണ് നിങ്ങളിപ്പോൾ അന്വേഷിക്കുന്നത്, ആ 25,000 മാത്രമല്ല ബാക്കിയുള്ള 25,000 കൂടി ഇവരെല്ലാം ഒപ്പിച്ചത്, അതെന്താ നിങ്ങൾ ചിന്തിക്കാത്തത്, ഒരു സ്വസ്ഥതയില്ല, നിങ്ങൾക്ക് മാത്രം ഇത്ര സാമർത്ഥ്യം, നിങ്ങൾ മാത്രമാണ് ഇങ്ങനെ ഒച്ചയെടുക്കുന്നത്, നിങ്ങളാണ് ബഹളം വയ്ക്കുന്നത്, ഇത്ര പറഞ്ഞാലും മനസ്സിലാവില്ല നിങ്ങൾക്ക്, ബോധം എന്ന് പറഞ്ഞ സാധനമില്ലേ, നിങ്ങളോട് അകത്ത് പോകാനാണ് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു. പോകാൻ പറഞ്ഞപ്പോൾ വേഗം എഴുന്നേറ്റ് പോകുന്നുണ്ട് ദേഷ്യത്തോടെ. എന്നിട്ട് നീ ഹരീഷിനോട് ചോദിക്കും, ഹരീഷേ നിനക്ക് സുധീഷിനെ ഇഷ്ടമാണ്, സുധീഷിന് നിന്നെ ഇഷ്ടമാണ്, നിനക്കപ്പോൾ നിൻ്റെ ഉള്ളിലുള്ള സ്നേഹം കാണിച്ചുകൂടെ, ഇത്തിരി കൂടെ നല്ല രീതിയിലൊക്കെ ഉള്ളിലുള്ള സ്നേഹം പുറത്ത് കാണിച്ച് സംസാരിച്ചുകൂടെ എന്ന് ചോദിക്കും. ഇനി ഈ വീട്ടിലൊരു വഴക്കുണ്ടായിട്ടുണ്ടെങ്കിൽ എന്ന് പറയും. അതിനുശേഷം അച്ഛനോട് പറയും, കുട്ടികൾ തമ്മിൽ തല്ലുകൂടുമ്പോഴേ എരുതിയിൽ എണ്ണ ഒഴിക്കല്ല വേണ്ടത്, മാറ്റി നിർത്തണ വേണ്ടതെന്ന് പറയാം. എന്നോടാ പിന്നല്ലാണ്ട് എന്ന് പറഞ്ഞ് അപ്പോൾ ഭാസ്കരന് വേഗമാണെന്ന് സ്ഥലം വിടും. അങ്ങനെ ഹരീഷ് അവിടെ പുറത്ത് നിന്ന് കയറിയുള്ളൂ. അപ്പോൾ അവിടേക്ക് സുഭാഷ് പെട്ടെന്ന് വരും. എന്താ പ്രശ്നം എന്ന് ചോദിക്കും.
പറയും പൈസ സുധീഷേട്ടൻ്റെ ബാഗിൽ നിന്ന് പൈസ എടുത്തത് കൊണ്ട് സുധീഷേട്ടൻ ഹരീഷേട്ടനായിട്ട് വഴക്കുണ്ടാക്കിയെന്ന് പറയും. അപ്പോൾ ഞാൻ സുധീഷും വരും ഹാളിലേക്ക്. ഞാൻ പറഞ്ഞാലേ ഞാനൊരു അത്യാവശ്യം വെച്ച പണമാണ്, അത് എന്നോട് ചോദിക്കാണ്ട് എടുത്ത്, അത് മാത്രമല്ല ലൈസൻസും പോയി പണവും പോയില്ലേ എന്ന് പറയും. മേടാ പോട്ടെ, ആ നേരത്തെ പിന്നെ ഞങ്ങൾ എവിടേക്ക് ഓടണം എന്നാണ് നീ പറയുന്നത്? 25,000 റുപ്യല്ലേ നിൻ്റെ കയ്യിൽ ഉണ്ടായുള്ളൂ, ബാക്കി കാശൊക്കെ ഞങ്ങളുടെ ഒപ്പിച്ചത്. ഇയാളോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ചേട്ടാ, നമുക്ക് ആ പൈസ തിരിച്ച് മേടിച്ചു കഴിഞ്ഞിട്ട് ആ ലൈസൻസും കൊണ്ടുകൊടുത്ത് ഇയാളവിടെ ജയിലിലേക്ക് എടുക്കട്ടെ, അതേ കാര്യമുള്ളൂ എന്ന് പറയും. നിന്നോട് ആര് പറഞ്ഞടാ ഞാൻ ജയിലിലേക്ക് എടുക്കുന്നു? ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, പിന്നെ എന്തിനാണ് ഞാൻ ജയിലിലേക്ക് എടുക്കണേന്ന് ചോദിക്കും. ഇതൊക്കെ നേരത്തെ പറയേണ്ടതായിരുന്നു എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ഭാസ്കരൻ ബാറിലേക്ക് കള്ളുടിക്കാൻ ചെല്ലുമ്പോൾ സുധീഷ് എന്നിരുന്ന് കള്ളുടിക്കുന്നതാണ് കാണിക്കുന്നത്. അതിന് മുന്നേ തന്നെ നിതിൻ ഒരുപാട് തവണ സുധീഷിനോട് നിതിനെ പറ്റി പറയുന്നുണ്ട്. നിധി വീട്ടിൽ നിന്ന് പോകാൻ പോകുമ്പോൾ നീ എന്താ പറയണത്? പോണ്ടാന്നാ. എന്തിൻ്റെ അടിസ്ഥാനത്തിലുണ്ടാ നീ നിധിയോട് ഇവിടുന്ന് ഈ വീട്ടിൽ നിന്ന് പോകരുതെന്ന് പറയില്ല? അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഈ വീട്ടിൽ എങ്ങനെയാണ് ആ പെൺകുട്ടി ഇവിടെ നിൽക്കുക? എത്ര തവണ അവൾ നിന്നോട് വഴക്കുണ്ടാക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്? നീയല്ലേ അവളെ ഈ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വന്നത്? എന്നിട്ട് ഒരു സ്വസ്ഥതയും കൊടുക്കാത്ത നീയല്ലേ? ഞങ്ങളാണോ എന്നൊക്കെ ചോദിച്ചും കഴിഞ്ഞിട്ട് ദേഷ്യപ്പെടുന്നു. നിനക്ക് മാത്രം എവിടെ നിന്ന് ഇത്ര ദേഷ്യം വരുന്നത്? ഞങ്ങൾക്കൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ദേഷ്യപ്പെടുന്നുണ്ട്. അതിനുശേഷമാണ് ഭാസ്കരൻ സുധീഷിനെ ബാറിൽ വെച്ച് കാണുന്നത്. അപ്പോൾ സുധീഷിനെ ആ തെറ്റിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഭാസ്കരൻ നോക്കുന്നു. എടാ നീ എന്താ ഇവിടെ നോക്കും? വീട്ടിൽ സ്വസ്ഥതയില്ല, ഇവിടെയും നിങ്ങൾ സ്വസ്ഥത തരില്ലേ എന്ന് ചോദിക്കും. എടാ സ്വസ്ഥതയ്ക്ക് വേണ്ടി കുടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കുടിക്കാൻ സ്വസ്ഥത കിട്ടാൻ ജീവിതകാലം മുഴുവൻ കുടിക്കേണ്ടി വരുമെന്ന് പറഞ്ഞ് ഉപദേശിക്കുന്നുണ്ട്. അതിനുശേഷം റൂമിലേക്ക് വന്ന സുധീഷിനെ നിധി ചോദിക്കുന്നുണ്ട്, ഈ വീട് നരകണമെന്ന് ഏറ്റവും കൂടുതൽ പറയുന്ന ആൾ നിങ്ങളാണ്, പക്ഷേ ഈ വീട് നരകാക്കണത് നിങ്ങൾ മാത്രമാണ്, അത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സുധീഷ് ഇങ്ങനെ ഒന്നും മിണ്ടാണ്ട് നിൽക്കുന്നുണ്ട്. നിധിയോടൊരു മറുപടി പറയാനില്ലാണ്ടാണ് സുധീഷ് അങ്ങനെ മിണ്ടാതെ നിൽക്കുന്നത്. എന്തായാലും സുധീഷ് ആ പണം വെച്ചേക്കുന്നത് നിധിക്ക് ഒരു സ്കൂട്ടി വാങ്ങാൻ വേണ്ടി തന്നെയായിരുന്നു. പക്ഷേ അത് അവർക്ക് ആർക്കും അറിയില്ല, നിധിക്ക് പോലും അറിയില്ല. അങ്ങനെ എല്ലാവരും കൂടി സുധീഷിനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന സുധീഷിനെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡിൻ്റെയും പ്രൊമോയുടെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.